ഫോർത്ത് സെമിസ്റ്റർ ബി ടെക്കുകാർക്ക് യൂസ്ഫുൾ ആകുന്ന ഒരു ടോപ്പിക്കാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അതായത് MAT 202 അതുപോലെ MAT 204 ഇതിൽ കോമൺ ആയിട്ട് വരുന്ന ഒരു ടോപ്പിക്കാണ്. അതിൽ വരുന്ന മൊഡ്യൂൾ 4 ആണ് ന്യൂമറിക്കൽ മെത്തേഡ്സ്. അപ്പോൾ ഇവിടെ മെയിൻലി വരുന്നത് സൊല്യൂഷൻ ഓഫ് ഇക്വേഷൻസ്, പിന്നെ ഇൻ്റർപൊളേഷൻ, ദെൻ ന്യൂമറിക്കൽ ഇൻ്റഗ്രേഷൻ. ഓക്കെ, അതിൽ സൊല്യൂഷൻ ഓഫ് ഇക്വേഷൻസിൽ വരുന്നത് ന്യൂട്ടൺ റാഫ്സൺ മെത്തേഡ് ആൻഡ് റെഗുല-ഫോൾസി മെത്തേഡ്. ദെൻ ഇൻ്റർപൊളേഷനിൽ വരുന്നത് ഫൈനൈറ്റ് ഡിഫറൻസസ്, ന്യൂട്ടൺസ് ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് ഡിഫറൻസ് മെത്തേഡ്, ദെൻ ന്യൂട്ടൺസ് ഡിവൈഡഡ് ഡിഫറൻസ് മെത്തേഡ് ആൻഡ് ലഗ്രാഞ്ചേസ് മെത്തേഡ്. ഓക്കെ, പിന്നെ വരുന്നത് ന്യൂമറിക്കൽ ഇൻ്റഗ്രേഷൻ. അതിൽ മെയിൻലി വരുന്ന ടോപ്പിക്സ് എന്ന് പറയുന്നത് ട്രപ്പിസോയ്ഡൽ റൂൾ ആൻഡ് സിംപ്സൺ 1/3 റൂൾ. അപ്പോൾ ഇവിടെ നമുക്ക് ഫോർമുലാസിൻ്റെ ഡെറിവേഷനോ അല്ലെങ്കിൽ പ്രൂഫും കാര്യങ്ങളൊന്നും ഇവിടെ ആവശ്യമില്ല, നമുക്ക് പ്രോബ്ലം മാത്രം മതിയാവും. ഓക്കെ, അപ്പോൾ ഇത് ആക്ച്വലി നിങ്ങളുടെ സിലബസിലുള്ള ടെക്സ്റ്റ് ബുക്ക് 2-ലുള്ള സെക്ഷൻസാണ് ആക്ച്വലി 4th മൊഡ്യൂളിൽ വരുന്നത്. അതായത് ക്രേസിഗിൻ്റെ അഡ്വാൻസ്ഡ് എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് 10th എഡിഷൻ, അതിൽ വരുന്ന 19.2, 19.3, 19.5 ഇത്രയും സെക്ഷൻസിൽ വരുന്ന ടോപ്പിക്സാണ് ആക്ച്വലി ഈ 4th മൊഡ്യൂളിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ന് ഇവിടെ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് ന്യൂട്ടൺ റാഫ്സൺ മെത്തേഡാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ ആദ്യം ഒരു ഇക്വേഷൻ കൺസിഡർ ചെയ്യാണ്, f(x)=0. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഒരു ഇക്വേഷൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് ആ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന വാരിയബിൾ വാല്യൂ ആണ്. ഓക്കെ, ഇവിടെ f(x)=0 എന്ന് പറഞ്ഞാൽ എക്സ് എന്ന് പറയുന്ന വാരിയബിളിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഒരു ഇക്വേഷനാണ്. അപ്പോൾ ഈ ഇക്വേഷൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന എക്സ് വാല്യൂ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, ഞാനിവിടെ f(x) എന്ന് പറയുന്ന ഫംഗ്ഷൻ x+5 ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ f(x)=0 എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താ, ഇവിടെ x+5=0. അപ്പോൾ ഇതാണ് ആക്ച്വലി ഇക്വേഷൻ എന്ന് പറയുന്നത്, x+5=0 എന്ന് പറയുന്ന ഇക്വേഷൻ. ഇതൊരു ലീനിയർ ഇക്വേഷനാണ്. അപ്പോൾ ഇവിടെ ആക്ച്വലി ഇതിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്, x+5=0 ഇംപ്ലൈസ് ദാറ്റ് x=-5. അതായത് ഇവിടെ ഈ എക്സിന് പകരം നമ്മൾ -5 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഈ -5 + 5 എന്ന് പറയുന്നത് എന്തായി, 0 ആയി. അതായത് =0 ആവണം. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് പറയാൻ പറ്റും, x=-5 എന്ന് പറയുന്നത് x+5=0 എന്ന് പറയുന്ന ഇക്വേഷൻ്റെ സൊല്യൂഷനാണെന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ ഒരു ഇക്വേഷൻ്റെ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്, ആ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന വാരിയബിൾ വാല്യൂ ആണ് ആക്ച്വലി അതിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഞാനിവിടെ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കൺസിഡർ ചെയ്യുകയാണ്. അതിൻ്റെ ഒരു ജനറൽ ഫോം കൺസിഡർ ചെയ്യുന്നു. അതായത് ax² + bx + c = 0. ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ ജനറൽ ഫോമാണ്. അപ്പോൾ ഇത് സോൾവ് ചെയ്യാൻ നമുക്കൊരു ഫോർമുല ഉണ്ട്, x = -b ± √b² - 4ac / 2a. ഈ ഫോർമുല യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ടൈപ്പിലുള്ള ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യാം. ഓക്കെ, ഇനി ഇതിൻ്റെ ഡിഗ്രി 3 ആണെങ്കിൽ നമുക്ക് ഡിഗ്രി 3 ആയിട്ട് വരുന്ന ഇക്വേഷൻസ് സോൾവ് ചെയ്യുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല. അതിൻ്റെ ഒരു സൊല്യൂഷൻ നമുക്ക് ഇൻസ്പെക്ഷൻ മെത്തേഡിലൂടെ കിട്ടിക്കഴിഞ്ഞാൽ അത് യൂസ് ചെയ്തിട്ട് ബാക്കിയുള്ള സൊല്യൂഷൻസ് കാൽക്കുലേറ്റ് ചെയ്യാം. പിന്നെ അതേപോലെ ഡിഗ്രി 4 ആണെങ്കിലും നമുക്ക് ചെയ്യുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല. ഇനിയിപ്പോൾ ഒരു ഇക്വേഷൻ്റെ ഡിഗ്രി 5 അതിൽ കൂടുതലോ ആണെങ്കിൽ അതിൻ്റെ സൊല്യൂഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് സ്പെസിഫിക് മെത്തേഡോ ഒന്നുമില്ല, അല്ലെങ്കിൽ ഒരു ഫോർമുലയോ ഒന്നും തന്നെ ഇല്ല. അതുപോലെ തന്നെ മറ്റൊരു ഇക്വേഷൻ ഞാൻ കൺസിഡർ ചെയ്യുന്നു, e⁻⁻x - x = 0. ഇതൊരു ഇക്വേഷനാണ്. അതുപോലെ cos x - x = 0, ഇത് മറ്റൊരു ഇക്വേഷനാണ്. അപ്പോൾ ഇത് ആക്ച്വലി e⁻⁻x ഒക്കെ വരുന്ന ഒരു ഇക്വേഷനാണ്. ഇത് cos x, അതായത് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ ഇൻവോൾവ് ചെയ്യുന്ന ഒരു ഇക്വേഷനാണ്. അപ്പോൾ ഈ ടൈപ്പ് ഇക്വേഷൻസ് ഒക്കെ എങ്ങനെ സോൾവ് ചെയ്യും? നമുക്കറിയാം ഈ ഇക്വേഷൻസിനെല്ലാം ഒരു സൊല്യൂഷൻ ഉണ്ട്, പക്ഷേ ആ സൊല്യൂഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ ഒരു സ്പെസിഫിക് ഫോർമുലയൊന്നുമില്ല. അപ്പോൾ
ഇത്തരം സിറ്റുവേഷൻസിലാണ് നമ്മൾ ആക്ച്വലി ന്യൂമറിക്കൽ മെത്തേഡ്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ന്യൂമറിക്കൽ മെത്തേഡ്സിൽ ഫസ്റ്റ് വരുന്നത് സൊല്യൂഷൻ ഓഫ് ഇക്വേഷൻസ് ആണ്. അതിൽ വരുന്നത് ന്യൂട്ടൺ റാഫ്സൺ മെത്തേഡ് ആൻഡ് റെഗുലർ ഫോൾസി മെത്തേഡ്. ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ന്യൂട്ടൺ റാഫ്സൺ മെത്തേഡാണ്. ഓക്കെ, അപ്പോൾ എന്താണ് ആക്ച്വലി ന്യൂട്ടൺ റാഫ്സൺ മെത്തേഡ് എന്നുള്ളത് നോക്കാം. ന്യൂട്ടൺ റാഫ്സൺ മെത്തേഡ്. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ മെയിൻലി ആദ്യം ചെയ്യുന്നത്, ആദ്യം നമുക്കൊരു ഒരു ഗിവൺ ഇക്വേഷൻ്റെ റൂട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ അതിൻ്റെ ഒരു അപ്രോക്സിമേറ്റ് റൂട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ ആദ്യം നമുക്കൊരു ഇനീഷ്യൽ ഗസ് ഉണ്ടായിരിക്കണം. അപ്പോൾ ഇവിടുത്തെ ഇനീഷ്യൽ ഗസ് എന്ന് പറയുന്നത് ഡിനോട്ട് ചെയ്യുന്നത് x0 എന്നാണ്. അപ്പം x0 എന്ന് പറയുന്ന ഇനീഷ്യൽ ഗസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഫോർമുല യൂസ് ചെയ്തുകൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യാം. x1 x2 x3 അങ്ങനെ അതൊക്കെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അതായത് xn + 1 = xn മൈനസ് f of xn divided by f dash of xn, where f dash of xn not equal to 0 and n equal to 0, 1, 2 etc. ഓക്കെ, അപ്പോൾ ഇവിടെ എങ്ങനെയാണ് ഈ ഇനീഷ്യൽ ഗസ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എന്നുള്ളത് അറിയണം. ഓക്കെ, അതിന് നമുക്കിവിടെ 2 ഇൻറ്റിജേഴ്സ് ആവശ്യമുണ്ട്. അതായത് f of a less than 0 less than f of b, ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന 2 ഇൻറ്റിജേഴ്സ് a ആൻഡ് b നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നു. അതായത് ഇവിടെ എഫ് ഓഫ് എ ലെസ് ദാൻ 0 എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താ, ലെസ് ദാൻ 0 എന്ന് പറഞ്ഞാൽ 0-നേക്കാൾ കുറവ്. അതായത് ഫങ്ഷൻ വാല്യൂ നെഗറ്റീവ് ആവുന്ന ഒരു ഇൻറ്റിജർ എ നമുക്ക് ആവശ്യമുണ്ട്. അതുപോലെ ഇവിടെ 0 ലെസ് ദാൻ എഫ് ഓഫ് ബി എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്, എഫ് ഓഫ് ബി ഗ്രേറ്റർ ദാൻ 0. അതായത് ഫങ്ഷൻ വാല്യൂ പോസിറ്റീവ് ആവുന്ന ഒരു ബി നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഈ 2 വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ചെയ്യുന്നത് മോഡുലസ് ഓഫ് എഫ് ഓഫ് എ കൺസിഡർ ചെയ്യും, അതുപോലെ തന്നെ മോഡുലസ് ഓഫ് എഫ് ഓഫ് ബി കൺസിഡർ ചെയ്യും. അപ്പോൾ ഇതിൽ ചെറുത് ഏതാണെന്ന് നോക്കും. അപ്പോൾ ചെറിയ വാല്യൂ വരുന്നത് ഏതിൻ്റെ കേസിലാണെന്ന് നോക്കും, എയുടെ കേസിലാണോ ബിയുടെ കേസിലാണോ നോക്കും. അപ്പം ആ ചെറുത് വരുന്നത് ഏത് കേസിലാണോ അതാണ് നമ്മൾ x0 ആയിട്ട് കൺസിഡർ ചെയ്യേണ്ടത്. ഓക്കെ, x0 കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അത് യൂസ് ചെയ്തുകൊണ്ട് x1 x2 x3 x4 അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് പോവാം. ഇതിങ്ങനെ പോയിട്ട് കാര്യമില്ല, കാരണം നമുക്കൊരു അപ്രോക്സിമേറ്റ് സൊല്യൂഷനാണ് ഇവിടെ ആവശ്യം. അപ്പോൾ നമ്മളിവിടെ ഇത് സ്റ്റോപ്പ് ചെയ്യുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ, ഈ ഇറ്ററേഷൻ സ്റ്റോപ്പ് ചെയ്യുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ അതിൻ്റെ സക്സസീവ് അപ്രോക്സിമേഷൻസിൻ്റെ ഡിഫറൻസ് വളരെ ചെറുതായിരിക്കണം. സഫിഷ്യൻ്റ്ലി സ്മോൾ ആവുന്ന കേസിലാണ് നമ്മളിവിടെ ഇറ്ററേഷൻ സ്റ്റോപ്പ് ചെയ്യുന്നത്. ഓക്കെ, അതായത് ചിലപ്പോൾ നമ്മളിപ്പോൾ x1 x2 x3 x4 അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് പോകുമ്പോൾ ചിലപ്പം x4-ൻ്റെയും അതുപോലെ തന്നെ x5-ൻ്റെയും വാല്യൂ ഏകദേശം ഒരുപോലെ വരാം. അപ്പോൾ അങ്ങനെ വരുന്ന കേസിൽ നമ്മളവിടെ ആ ഇറ്ററേഷൻ സ്റ്റോപ്പ് ചെയ്യുന്നു. ദെൻ ലാസ്റ്റ് കിട്ടിയ വാല്യൂ ഏതാണോ അതാണ് നമ്മൾ അപ്രോക്സിമേറ്റ് സൊല്യൂഷനായിട്ട് കൺസിഡർ ചെയ്യുന്നത്, അല്ലെങ്കിൽ അപ്രോക്സിമേറ്റ് റൂട്ടായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ഒരു പ്രോബ്ലം ചെയ്യുമ്പം മെത്തേഡ് എങ്ങനെയാണെന്നുള്ളത് ക്ലിയർ ആവും. സോ നമുക്കിവിടെ നെക്സ്റ്റ് ഒരു പ്രോബ്ലം നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, യൂസിങ് ന്യൂട്ടൺ റാഫ്സൺ മെത്തേഡ് compute the real root of f of x equal to x cube minus 2x minus 5 correct to 5 decimal places. അപ്പോൾ ഇവിടെ ആക്ച്വലി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഈ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ക്യൂബ് മൈനസ് 2x മൈനസ് 5 അതിൻ്റെ സൊല്യൂഷനാണ്. അപ്പം ആദ്യം നമ്മൾ ഗിവൺ ഫങ്ഷൻ എടുത്തെഴുതുന്നു. ഗിവൺ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ക്യൂബ് മൈനസ് 2x minus 5. Okay, then what is f dash of x? Then f dash of x is f dash of x എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഡെറിവേറ്റീവ്. ആദ്യം എക്സ് ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് അതെന്താണ്, 3x². അതായത് നമുക്കറിയാം ഡെറിവേറ്റീവ് ഓഫ് എക്സ് റേസ് ടു എൻ എന്ന് പറയുന്നത് ആക്ച്വലി എന്താ, n ഇൻറ്റു എക്സ് റേസ് ടു n മൈനസ് 1. അപ്പോൾ ഇത് യൂസ് ചെയ്തുകൊണ്ട് നമുക്കിവിടെ പറയാം എക്സ് ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 3x² ആണ്. മൈനസ് 2xൻ്റെ ഡെറിവേറ്റീവ്, അപ്പോൾ അവിടെ -2 കോൺസ്റ്റൻ്റ് അത് ഔട്ട് സൈഡ് എടുക്കാം. പിന്നെ എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്ത് വരും, 1 വരും. പിന്നെ ഇവിടെ -5 കോൺസ്റ്റൻ്റ് ആണ്. സോ ഇറ്റ്സ് ഡെറിവേറ്റീവ് ഇസ് 0. സോ ഇവിടെ f dash of x ഈക്വൽ ടു 3x² - 2 എന്ന് നമുക്ക് കിട്ടി.
ഓക്കെ, ഇനി നമുക്കിവിടെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എക്സ് നോട്ട്, അതായത് ഇനീഷ്യൽ ഗസ് എന്താണെന്ന് അറിയണം. അപ്പോൾ ഇവിടെ ഞാൻ ആദ്യം എഫ് ഓഫ് 1 കാൽക്കുലേറ്റ് ചെയ്യുന്നു. എഫ് ഓഫ് 1 എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എക്സിൽ ഇവിടെ എക്സിൻ്റെ പ്ലേസിൽ 1 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ 1 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്കിവിടെ എന്ത് കിട്ടും? 1 ക്യൂബ് മൈനസ് 2 ഇൻറ്റു 1 മൈനസ് 5 ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ക്യൂബ് എന്ന് പറഞ്ഞാൽ 1 തന്നെ, 1 മൈനസ് 2 വിച്ച് ഇസ് -1, -1 മൈനസ് 5 മൈനസ് 6. അപ്പോൾ ഇവിടെ എഫ് ഓഫ് 1 ആക്ച്വലി എന്താ കിട്ടിയത്? ഒരു നെഗറ്റീവ് വാല്യൂ ആണ്. സോ നമ്മൾ നെക്സ്റ്റ് എഫ് ഓഫ് 2 കാൽക്കുലേറ്റ് ചെയ്യുന്നു. എഫ് ഓഫ് 2 എന്ന് പറയുമ്പോൾ ഇവിടെ എക്സിൻ്റെ പ്ലേസിൽ 2 ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കിവിടെ 2 ക്യൂബ് മൈനസ് 2 ഇൻറ്റു 2 മൈനസ് 5 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ക്യൂബ് ഈസ് 8, ദെൻ 2 ഇൻറ്റു 2 ഈസ് 4. അപ്പോൾ 8 മൈനസ് 4 4 എന്ന് വരും. 4 മൈനസ് 5 ഈസ് -1. എഗെയിൻ എന്താണ്? നെഗറ്റീവാണ്. ഓക്കെ, നമുക്ക് വേണ്ടത് എന്താ? എഫ് ഓഫ് എ ലെസ് ദാൻ 0 ലെസ് ദാൻ എഫ് ഓഫ് ബി ആവുന്ന എ ആൻഡ് ബി ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ രണ്ട് വാല്യൂവും ഇവിടെ നെഗറ്റീവായിട്ട് കാര്യമില്ല. ഒന്ന് നെഗറ്റീവ് ആവണം, ഒന്ന് പോസിറ്റീവ് ആവണം. ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന എ ആൻഡ് ബി ആണ് നമുക്ക് ആവശ്യം. അപ്പോൾ വീണ്ടും നമ്മൾ നെക്സ്റ്റ് എഫ് ഓഫ് 3 കാൽക്കുലേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ എന്താ വരുന്നത്? 3 ക്യൂബ് മൈനസ് 2 ഇൻറ്റു 3 മൈനസ് 5 ദാറ്റ് ഈസ് ഈക്വൽ ടു 3 ക്യൂബ് എന്ന് പറഞ്ഞാൽ 27. ഇപ്പോൾ 27 മൈനസ് 2 ഇൻറ്റു 3 ഈസ് 6. ഇപ്പോൾ 27 മൈനസ് 6 മൈനസ് 5 എന്ന് പറഞ്ഞാൽ 27 മൈനസ് 11 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 16. ഇതെന്താ? ആക്ച്വലി പോസിറ്റീവാണ്. അപ്പോൾ 16 എന്ന് പറയുന്ന ഒരു പോസിറ്റീവ് നമ്പറാണ്. അപ്പോൾ ഇവിടെ ഒരു നെഗറ്റീവ് കിട്ടി, സക്സസീവ് ആയിട്ടുള്ള വാല്യൂ ആണ് എടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഒരു നെഗറ്റീവ് കിട്ടി, ഇവിടെ ഒരു പോസിറ്റീവ് കിട്ടി. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് പറയാൻ പറ്റും? എഫ് ഓഫ് 2 ലെസ് ദാൻ 0 ആണ്, അതായത് എഫ് ഓഫ് 2 നെഗറ്റീവ് ആണ്, ലെസ് ദാൻ എഫ് ഓഫ് 3. എഫ് ഓഫ് 3 പോസിറ്റീവ് ആണ്. സോ ഇവിടെ ആക്ച്വലി നമുക്ക് എ ഈക്വൽ ടു 2 എന്നും ബി ഈക്വൽ ടു 3 എന്നും പറയാൻ പറ്റും. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് എക്സ് നോട്ട് ഇതിൽ ഒന്നുകിൽ 2 ആയിരിക്കും അല്ലെങ്കിൽ 3 ആയിരിക്കും. അപ്പോൾ എക്സ് നോട്ട് ഏതാണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. ഇവിടെ എഫ് ഓഫ് 2 ലെസ് ദാൻ 0 ലെസ് ദാൻ എഫ് ഓഫ് 3 ആയതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും therefore the root lies between 2 and 3 എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാനിവിടെ മോഡ് എഫ് ഓഫ് 2 എടുക്കുന്നു. മോഡ് എഫ് ഓഫ് 2 എന്ന് പറയുന്നത് ആക്ച്വലി എന്താ? മോഡ് -1 ദാറ്റ് ഈസ് ഈക്വൽ ടു 1. അതുപോലെ മോഡ് എഫ് ഓഫ് 3 എന്ന് പറഞ്ഞാൽ മോഡ് 16 ആണ്. മോഡ് 16 ഈസ് 16. അപ്പോൾ ഇത് രണ്ടും നോക്കിക്കഴിഞ്ഞാൽ ചെറിയ വാല്യൂ ഏതാണ്? 1 ആണ്. അപ്പോൾ ഈ 1 വാല്യൂ വരുന്നത് ഏത് കേസിലാണ്? എക്സ് ഈക്വൽ ടു 2 ആവുന്ന കേസിലാണ്. അപ്പോൾ അതാണ് നമ്മുടെ എക്സ് നോട്ട്. ഓക്കെ, therefore take എക്സ് നോട്ട് ഈക്വൽ ടു 2. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ എക്സ് നോട്ട് ഈക്വൽ ടു 2 എന്ന് കൺസിഡർ ചെയ്യുന്നു. ഇനി നമുക്ക് ഈ വാല്യൂ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് x1 x2 x3 അങ്ങനെ ചെയ്തു പോവാം. ഓക്കെ, ഇവിടെ നമ്മൾ നെക്സ്റ്റ് ചെയ്യുന്നത് x1 കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് ആദ്യം xn+1 ഇവിടെ എഴുതി വെക്കാം. xn+1 എന്ന് പറയുന്നത് ആക്ച്വലി എന്താ? xn മൈനസ് എഫ് ഓഫ് xn ഡിവൈഡഡ് ബൈ എഫ് ഡാഷ് ഓഫ് xn. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് എക്സ് നോട്ട് ഈക്വൽ ടു 2 എന്നാണ് നമ്മൾ എടുത്തത്. ഇനി നമുക്ക് x1 കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ xn+1 ആണെങ്കിൽ ഇവിടെ വരുന്നത് xn ആണ്. അതായത് ഇതിനേക്കാൾ ഈ സഫിക്സിനേക്കാൾ ഒന്ന് കുറവായിരിക്കണം ഇവിടുത്തെ സഫിക്സ് എന്ന് പറയുന്നത്. അപ്പം ഇതെന്താ ആക്ച്വലി വരുന്നത്? എക്സ് നോട്ട് മൈനസ് എഫ് ഓഫ് എക്സ് നോട്ട് ഡിവൈഡഡ് ബൈ എഫ് ഡാഷ് ഓഫ് എക്സ് നോട്ട്. അപ്പോൾ ഇവിടെ ആക്ച്വലി എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് നമുക്കിവിടെ എഴുതി വെക്കാം. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് ക്യൂബ് മൈനസ് 2x മൈനസ് 5 ആണ്. എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുന്നത്
3x² - 2 ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ x0 എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ 2 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 2 മൈനസ് എഫ് ഓഫ് x0 എന്നുള്ള പ്ലേസിൽ നമുക്ക് f(2) എന്ന് വരും. f(2) എന്താണ്? f(2) നമ്മൾ ഓൾറെഡി നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് -1 ആണെന്ന് കിട്ടിയിട്ടുണ്ട്. -1 ബൈ, ഇനി f'(x0) എന്ന് പറയുമ്പം f'(2) അതിവിടെ കൊടുത്തു കഴിഞ്ഞാൽ 2 കൊടുത്തു കഴിഞ്ഞാൽ 2² 4 എന്ന് വരും. 4 × 3 12. 12 - 2 10 എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇത് ആക്ച്വലി 2 + 1/10 ആണ്. അത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ എന്താ കിട്ടുന്നത്? 2.1 എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇവിടെ x1ൻ്റെ വാല്യൂ 2.1 എന്ന് കിട്ടി. ദെൻ നമ്മൾ x2 കാൽക്കുലേറ്റ് ചെയ്യുന്നു. x2 എന്ന് പറയുമ്പം ഇവിടെ x2 ആണെങ്കിൽ ഇവിടെയൊക്കെ എന്ത് വരണം? 1 വരണം. അപ്പോൾ x2 എന്ന് പറഞ്ഞാൽ x1 എന്ന് പറയുന്നത് ഇവിടെ ആക്ച്വലി എന്താ? 2.1 ആണ്. അപ്പോൾ 2.1 മൈനസ് f(x1) എന്ന് പറയുമ്പോൾ ആക്ച്വലി എന്നാ വരിക? ഇവിടെ f(x)ൽ എക്സിൻ്റെ പ്ലേസിൽ 2.1 എന്ന് കൊടുക്കണം. അപ്പോൾ 2.1 ക്യൂബ് മൈനസ് 2 × 2.1 - 5 ഡിവൈഡഡ് ബൈ f'(2.1) എന്ന് വരും. അപ്പോൾ 3 × 2.1² - 2. അപ്പോൾ ഇത് നമുക്ക് കാൽക്കുലേറ്റർ യൂസ് ചെയ്ത് സോൾവ് ചെയ്യാം. അപ്പോൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ വരുന്നത് 2.09456 എന്ന് കിട്ടും. ഓക്കെ, ദെൻ നമ്മൾ x3 കാൽക്കുലേറ്റ് ചെയ്യുന്നു. x3 = x3 എന്ന് പറയുമ്പോൾ ഇവിടെ എന്തായിരിക്കണം? x2 മൈനസ് f(x2) ഡിവൈഡഡ് ബൈ f'(x2). അപ്പോൾ x2 ഓൾറെഡി നമുക്കിവിടെ 2.09456 ആണെന്ന് കിട്ടി. അപ്പോൾ 2.09456 മൈനസ് f(x2) എന്ന് പറയുമ്പം ഇവിടെ എക്സിന് പകരം എന്ത് കൊടുക്കണം? 2 കൊടുക്കണം. 2.09456 എന്ന് കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് 2.09456 ക്യൂബ് മൈനസ് 2 × 2.09456 മൈനസ് 5 ഡിവൈഡഡ് ബൈ f'(x3) എന്ന് പറയുമ്പോൾ 3 × 2.09456² - 2. ഓക്കെ, അപ്പോൾ ഇതും നമുക്ക് കാൽക്കുലേറ്റർ യൂസ് ചെയ്ത് സോൾവ് ചെയ്യാം. അപ്പോൾ ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 2.09455 എന്ന് വരും. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് നമ്മൾ ഒന്നുകൂടെ കാൽക്കുലേറ്റ് ചെയ്യുന്നു. x4 കൂടെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം നമുക്ക് ഏകദേശം വരുന്നുണ്ടോ എന്നുള്ളത്. അപ്പോൾ x4 എന്ന് പറയുമ്പോൾ ഇവിടെ എന്ത് വേണം? x3 എന്ന് വേണം. x3 മൈനസ് f(x3) ഡിവൈഡഡ് ബൈ f'(x3). x3 നമുക്ക് ഓൾറെഡി കിട്ടി. അപ്പോൾ x3ക്ക് പകരം ഇവിടെ എന്ത് കൊടുക്കാം? 2.09455 മൈനസ് ദെൻ f(x3) എന്ന് പറയുമ്പോൾ എക്സിൻ്റെ പ്ലേസിലെല്ലാം എന്ത് കൊടുക്കണം? 2.09455 ഹോൾ ക്യൂബ് മൈനസ് 2 × 2.09455 മൈനസ് 5 ഡിവൈഡഡ് ബൈ 3 × 2.09455² മൈനസ് 2. ഓക്കെ, അപ്പോൾ ഇതും സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2.09455 എന്ന് തന്നെ കിട്ടും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് x3 x4 നോക്കിക്കഴിഞ്ഞാൽ ഒരേ വാല്യൂ ആണ് കിട്ടിയിട്ടുള്ളത്. ഇതിന് ശേഷവും വാല്യൂ ഉണ്ട് പോയിൻറ്റിന്. നമ്മളിവിടെ 5 ഡെസിമൽ പ്ലേസിലാണ് എടുത്തത്. അപ്പോൾ ഇത് x3 x4 അടുത്ത് വന്നു, അതായത് ഡിഫറൻസ് ഏകദേശം 0 അടുത്ത് വന്നു. സോ നമ്മളിവിടെ അപ്രോക്സിമേറ്റ് സൊല്യൂഷനായിട്ട് കൺസിഡർ ചെയ്യുന്നത് എന്താണ്? 2.09555 ആണ്. ഓക്കെ, പിന്നെ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇത് കാൽക്കുലേറ്റ് ചെയ്തിട്ട്
ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്തതിന് ശേഷം മാത്രമേ ഈ കിട്ടിയ ആൻസർ ഏതിൽ നിന്ന് മൈനസ് ചെയ്യാവൂ, ഇതിൽ നിന്ന് മൈനസ് ചെയ്യാവൂ. ഓക്കെ, ഒരുമിച്ച് ചെയ്യുന്നതാണെങ്കിൽ ബ്രാക്കറ്റ്സും കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് യൂസ് ചെയ്തുകൊണ്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ എന്ത് പറയാൻ പറ്റും? Therefore an approximate solution is എന്ത് പറയാം, x ഈക്വൽ ടു x4 ഈക്വൽ ടു 2.09455 കറക്റ്റ് ടു എത്ര ഡെസിമൽ പ്ലേസാണ് വരുന്നത്? 1 2 3 4 5. അപ്പോൾ 5 ഡെസിമൽ പ്ലേസസ്. അപ്പോൾ എത്ര ഡെസിമൽ പ്ലേസസിനാണ് എന്നുള്ളത് നിങ്ങൾ എപ്പോഴും സ്പെസിഫൈ ചെയ്തിരിക്കണം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ആക്ച്വലി ന്യൂട്ടൺ റാഫ്സൺ മെത്തേഡിൽ നമ്മളൊരു പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പ്രോബ്ലം നോക്കാം. ഫൈൻഡ് എ റൂട്ട് ഓഫ് എക്സ് മൈനസ് കോസ് എക്സ് ഈക്വൽ ടു 0 യൂസിങ് ന്യൂട്ടൺ റാഫ്സൺ മെത്തേഡ്. ഇപ്പോൾ ഇവിടെ ഗിവൺ ഇക്വേഷൻ എന്ന് പറയുന്നത് എക്സ് മൈനസ് കോസ് എക്സ് ഈക്വൽ ടു 0, അതായത് ഇവിടെ ട്രിഗ്നോമെട്രിക് ഫങ്ഷൻ ഒക്കെ വരുന്ന ഒരു ഇക്വേഷനാണ്. അപ്പോൾ ജസ്റ്റ് ആ ഇക്വേഷൻ നമുക്ക് എടുത്തെഴുതാം. ഗിവൺ എക്സ് മൈനസ് കോസ് എക്സ് ഈക്വൽ ടു 0. ഓക്കെ, അതായത് ദാറ്റ് ഈസ് ഇവിടെ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താ? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് മൈനസ് കോസ് എക്സ് ആണ്. ദെൻ വാട്ട് ഈസ് എഫ് ഡാഷ് ഓഫ് എക്സ്? അതായത് നമുക്കൊരു ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് ആദ്യം നമ്മൾ ഫംഗ്ഷൻ ഐഡൻറ്റിഫൈ ചെയ്യുക, അത് കഴിഞ്ഞിട്ട് അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. അപ്പോൾ എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. അപ്പോൾ ആദ്യം ഫസ്റ്റ് ടേമിൻ്റെ ഡെറിവേറ്റീവ്, എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? 1 ആണ്. മൈനസ് പിന്നെ കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ് ആണ്. അപ്പോൾ ഇതിന് നമുക്ക് 1 മൈനസ് സൈൻ എക്സ് എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്? 1 പ്ലസ് സൈൻ എക്സ് ആണ്. അപ്പോൾ ഇവിടെ എഫ് ഡാഷ് ഓഫ് എക്സ് കിട്ടി. ഇനി നമുക്ക് എക്സ് നോട്ട് എന്ന് പറയുന്ന ഇനീഷ്യൽ ഗസ് വേണം. അപ്പോൾ ഞാനിവിടെ ആദ്യം എഫ് ഓഫ് 0 ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾ മനസ്സിലൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക, അത് 0യും 1 ഒക്കെ എടുക്കുമ്പോൾ നെഗറ്റീവാണോ പോസിറ്റീവാണോ എന്നുള്ളത്. അതനുസരിച്ച് നമുക്കിവിടെ കാണിച്ചാൽ മതി. അപ്പോൾ എഫ് ഓഫ് 0 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? ഇവിടെ എഫ് ഓഫ് എക്സിൽ എക്സിന് പകരം 0 എന്ന് കൊടുക്കുന്നു. അപ്പോൾ 0 മൈനസ് കോസ് 0 എന്ന് വരും. ദാറ്റ് ഈസ് 0 മൈനസ് കോസ് 0 ഈസ് 1. അപ്പോൾ 0 മൈനസ് 1 എന്ന് പറഞ്ഞാൽ -1. അതെന്താണ്? ആക്ച്വലി ഒരു നെഗറ്റീവ് വാല്യൂ ആണ്. ദെൻ നമ്മൾ എഫ് ഓഫ് 1 കാൽക്കുലേറ്റ് ചെയ്യുന്നു. അപ്പോൾ എഫ് ഓഫ് 1 എന്ന് പറയുമ്പോൾ ഇവിടെ എഫ് ഓഫ് എക്സിൽ എക്സിന് പകരം എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇവിടെ എഫ് ഓഫ് 1 എന്ന് പറയുന്നത് 1 മൈനസ് കോസ് 1 എന്ന് വരും. അപ്പോൾ 1 മൈനസ് കോസ് 1 എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്? അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0.4597 ആണ് വരുന്നത്. അത് ആക്ച്വലി എന്താണ്? വിച്ച് ഈസ് പോസിറ്റീവ്. ഓക്കെ, ഇവിടെ നിങ്ങൾ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുമ്പം കാൽക്കുലേറ്ററിൽ റേഡിയൻ മോഡിൽ തന്നെ ചെയ്യണം. ഓക്കെ, ഇവിടെ 0.4597 എന്ന് വരും. അപ്പോൾ അത് പോസിറ്റീവാണ്. ഇനി നമ്മൾ അപ്പോൾ ഒരു നെഗറ്റീവ് വാല്യൂയും ഒരു പോസിറ്റീവ് വാല്യൂയും കിട്ടി. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് പറയാൻ പറ്റും? എഫ് ഓഫ് 0 ലെസ് ദാൻ 0 ലെസ് ദാൻ എഫ് ഓഫ് 1. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന 2 ഇൻഡിജേഴ്സ് കിട്ടി, 0 ആൻഡ് 1. ഇനി നമുക്ക് അതിൻ്റെ മോഡുലസ് കാൽക്കുലേറ്റ് ചെയ്യാം. മോഡ് എഫ് ഓഫ് 0 എന്ന് പറഞ്ഞാൽ മോഡ് -1 ദാറ്റ് ഈസ് ഈക്വൽ ടു 1. മോഡ് എഫ് ഓഫ് 1 എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താ?
mod 0.4597, that is equal to 0.4597. ഇവിടെ 1ഉം 0.4597 കമ്പയർ ചെയ്താൽ ഇതാണ് ചെറുത്. അപ്പോൾ നമ്മൾ ടേക്ക് ചെയ്യേണ്ട എക്സ് നോട്ട് എന്തായിരിക്കണം? എക്സ് നോട്ട് ഈക്വൽ ടു, ഈ ചെറിയ വാല്യൂ വരുന്നത് എക്സ് ഈക്വൽ ടു 1 ആവുന്ന കേസിലാണ്. സോ ടേക്ക് എക്സ് നോട്ട് ഈക്വൽ ടു 1. ഇവിടെ നമുക്ക് എന്ത് പറയാൻ പറ്റും? ദ റൂട്ട് ലൈസ് ബിറ്റ്വീൻ ബിറ്റ്വീൻ 0 ആൻഡ് 1 എന്ന് പറയാം. ഓക്കെ, ദെൻ ടേക്ക് എക്സ് നോട്ട് ഈക്വൽ ടു 1. അപ്പോൾ എക്സ് നോട്ട് ഈക്വൽ ടു 1 എന്ന് നമ്മൾ കൺസിഡർ ചെയ്തു. ഇനി നമുക്കത് യൂസ് ചെയ്തുകൊണ്ട് എക്സ് 1, x2 അതുപോലെ തന്നെ x3 അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് x1 കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ x1 കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് ആദ്യം ഇവിടെ ഫോർമുല എഴുതി വെക്കാം. xn പ്ലസ് 1 എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്? xn മൈനസ് എഫ് ഓഫ് xn ഡിവൈഡഡ് ബൈ എഫ് ഡാഷ് ഓഫ് xn. ഓക്കെ, ഇവിടെ എക്സ് നോട്ട് എന്ന് പറയുന്നത് നമ്മൾ 1 ആയിട്ടാണ് കൺസിഡർ ചെയ്തത്. സോ നമ്മൾ x1 കാൽക്കുലേറ്റ് ചെയ്യുന്നു. x1 ഈക്വൽ ടു എന്താ ആക്ച്വലി വരുന്നത്? എക്സ് നോട്ട് മൈനസ് എഫ് ഓഫ് എക്സ് നോട്ട് ഡിവൈഡഡ് ബൈ എഫ് ഡാഷ് ഓഫ് എക്സ് നോട്ട്. ഓക്കെ, ഇവിടെ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ആക്ച്വലി എന്താ? ഫങ്ഷൻ എക്സ് മൈനസ് കോസ് എക്സ് ആണെന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു. ദെൻ എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 1 പ്ലസ് സൈൻ എക്സ് ആണെന്ന് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? എക്സ് നോട്ട് എന്ന് പറയുന്നത് 1 ആണ്. 1 മൈനസ് എഫ് ഓഫ് എക്സ് നോട്ട് എന്ന് പറയുമ്പം ഇവിടെ 1 മൈനസ് കോസ് 1 ഡിവൈഡഡ് ബൈ എഫ് ഡാഷ് ഓഫ് എക്സ് നോട്ട് എന്ന് പറയുമ്പം 1 പ്ലസ് സൈൻ 1 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇത് നിങ്ങൾക്ക് കാൽക്കുലേറ്ററിൽ ചെയ്യാം. ആദ്യം ഈ പോർഷൻ കാൽക്കുലേറ്റ് ചെയ്യുക, എന്നിട്ട് 1ൽ നിന്ന് മൈനസ് ചെയ്യുക. റേഡിയൻ മോഡിലായിരിക്കണം, കാരണം ട്രിഗ്നോമെട്രിക് ഫംഗ്ഷനാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 0.7503 എന്ന് വരും. ഓക്കെ, പിന്നെ നമ്മൾ x2 കാൽക്കുലേറ്റ് ചെയ്യുന്നു. x2 എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്? x1 മൈനസ് എഫ് ഓഫ് x1 ഡിവൈഡഡ് ബൈ എഫ് ഡാഷ് ഓഫ് x1, ദാറ്റ് ഈസ് ഈക്വൽ ടു x1 ഇവിടെ നമുക്ക് 0.7503 ആണെന്ന് കിട്ടി. മൈനസ് ഓഫ് ഇവിടെ എഫ് ഓഫ് x1 എന്ന് പറയുമ്പം എക്സിന് പകരം 0.7503 എന്ന് കൊടുക്കണം. അപ്പോൾ 0.7503 മൈനസ് കോസ് ഓഫ് 0.7503 ഡിവൈഡഡ് ബൈ 1 പ്ലസ് സൈൻ ഓഫ് 0.7503 എന്ന് വരും. ഓക്കെ, ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ആൻസർ 0.7391 എന്ന് കിട്ടും. ദെൻ നമ്മൾ x3 കാൽക്കുലേറ്റ് ചെയ്യുന്നു. x3 എന്ന് പറയുന്നത് ആക്ച്വലി എന്താ? x2 മൈനസ് എഫ് ഓഫ് x2 ഡിവൈഡഡ് ബൈ എഫ് ഡാഷ് ഓഫ് x2, ദാറ്റ് ഈസ് ഈക്വൽ ടു x2 എന്ന് പറയുമ്പോൾ ഇവിടെ 0.7391 മൈനസ് പിന്നെ എഫ് ഓഫ് x2 എന്ന് പറയുമ്പോൾ എഫ് ഓഫ് എക്സിൽ 0.7391 എന്ന് കൊടുക്കണം. അപ്പോൾ 0.7391 മൈനസ് കോസ് 0.7391 divided by 1 plus sine of 0.7391. അപ്പോൾ ഇതും ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ആൻസർ കിട്ടുന്നത് 0.7391 തന്നെയാണ്. അപ്പോൾ x2ഉം x3യും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇത് ഏകദേശം ഒരേ വാല്യൂ ആണ്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ എന്ത് പറയാൻ പറ്റും? therefore an approximate solution is x equal to x3 equal to എന്ത് പറയാം? 0.7391
91 correct to 4 decimal places. അപ്പോൾ ചില ക്വസ്റ്റ്യനിൽ കറക്റ്റ് ഡെസിമൽ പ്ലേസ് എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ടാവും. ഇനി ക്വസ്റ്റ്യനിൽ സ്പെസിഫൈ ചെയ്ത് ചോദിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ ആൻസർ എഴുതുമ്പം അത് സ്പെസിഫൈ ചെയ്ത് കാണിക്കുക നിങ്ങൾ എത്ര ഡെസിമൽ പ്ലേസസിനാണ് കാൽക്കുലേറ്റ് ചെയ്തത് എന്നുള്ളത്. ഓക്കെ, ഒരു 4 എങ്കിലും അറ്റ്ലീസ്റ്റ് എടുക്കുക, 4 ഡെസിമൽ പ്ലേസസിനെങ്കിലും എടുക്കുക. ഓക്കെ.